സംവാദ മത്സരം ആരംഭിക്കുന്നതിനായി ക്രിസ് വേണുഗോപാലിനെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ സംവാദം പോലെ ആവോ? കൈവിട്ട് പോവല്ല. അങ്ങനെ ആവുന്നതാണ് എന്റെ വിശ്വാസം. കാരണം ഓരോ ദിവസം കഴിയും തോറും കുട്ടികൾ കൂടുതൽ വീറും വാശിയും ഊർജവും എല്ലാമായിട്ട് ഇവരുടെ ഒരു എങ്ങനെയാണ് പോയിന്റ് പ്രസന്റ് ചെയ്യുന്നുള്ള രീതി അവരിങ്ങനെ ഷാർപ്പൻ ചെയ്ത് വരിക. അത് പ്രോഗ്രസീവ് ആണോ അതോ ഓരോ ടീമിനും അവരവരുടെ ശക്തിയാണോ എന്നുള്ളത് ഐ എം റിയലി അമേസ്ഡ്. അപ്പൊ ഏതായാലും നമുക്ക് ഇന്നത്തെ മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. സ്വാഗതം ചെയ്യാം ചിന്മയ വിദ്യാലയ, വഴുതക്കാട്, തിരുവനന്തപുരം. സ്വാഗതം ചെയ്യാം ഭവൻസ് വിദ്യാമന്ദിർ, എളമക്കര, കൊച്ചി. പേര് പറയൂ, ഏത് ക്ലാസ്സിൽ പഠിക്കണോ? ഞാൻ അങ്കിത, 9th. ഞാൻ ആദിത്യ ശങ്കർ, 9th സ്റ്റാൻഡേർഡ്. ആദിത്യ ശങ്കർ ആദ്യത്തെ ഘട്ടത്തിലുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ എന്താണ് ഇവര് തന്ന അഡ്വൈസ്? സ്റ്റേജിൽ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ പ്രിപ്പറേഷൻ അപ്പുറം. അടിക്കരുത്. ആ, പേര് പറയൂ, ഏത് ക്ലാസ്സിൽ പഠിക്കണോ? ഞാൻ നവമി, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ഗീതാഞ്ജലി, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ ഏതായാലും പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇന്നത്തെ സംവാദ മത്സരം ആരംഭിക്കാലോ, അല്ലേ? അപ്പൊ മഹാഭാരതമാണ് വിഷയം. മഹാഭാരതത്തിൽ നിന്നും ഒരു വിഷയമായിരിക്കും നിങ്ങൾക്ക് സംവദിക്കാനായിട്ട് തരിക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പൊ ഏതാണ് ക്രിസ് ഇവർക്ക് ആദ്യം നൽകുന്ന വിഷയം? മഹാഭാരതം ഒരു വിഷയമാക്കിയാൽ എങ്ങനെയിരിക്കും എന്ന് ചിന്തിച്ചതിന്റെ ഒരു ഫലമാണ് മഹാഭാരതത്തെ പഞ്ചമവേദം എന്ന് പറയുന്നത് ഉചിതമോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് അതേ എന്ന് വാദിക്കുന്നത് ചിന്മയ വിദ്യാലയ, വഴുതക്കാടും, ഭാവൻസ് എളമക്കര അല്ല എന്നുമാണ് പറയാൻ പോകുന്നത്. റെഡിയാണോ? ഓക്കെ, നിങ്ങളുടെ 4 മിനിറ്റ് ഇതാ ആരംഭിക്കുന്നു. തീർച്ചയായും ശരിയാണ്. കാരണം മഹാഭാരതം ഒരു പഞ്ചമവേദം തന്നെയാണ്. ഒരിക്കൽ ദേവകളും വേദവ്യാസരും നിൽക്കെ തന്നെ ദേവകളെല്ലാം മഹാഭാരതം ഒരു ത്രാസിൽ. മഹാഭാരതം ഒരിക്കലും പഞ്ചമവേദം എന്നാകാൻ സാധിക്കുകയില്ല. തീർച്ചയായും ഒരു പഞ്ചമവേദം. വേദം ഭഗവാന്റെ മുഖത്തിൽ നിന്നും ഉദ്ഭവിച്ച ധ്വനിയാണ്. അതേ നമ്മുടെ പൂജ്യരായ ഋഷീശ്വരന്മാർ വളരെ കാലം കഠിനമായ തപസ്സിലൂടെയും ധ്യാനത്തിലൂടെയും നേടിയെടുത്ത അറിവാണ്. എന്നാൽ മഹാഭാരതം അങ്ങനെയല്ല. അത് വേദവ്യാസ എന്തുകൊണ്ട് മഹാഭാരതത്തിൽ നിന്ന് നമുക്ക് അറിവ് ലഭിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായും മഹാഭാരതത്തിൽ നിന്ന് അറിവ് ലഭിക്കും. എന്നാൽ അങ്ങനെയല്ല. മഹാഭാരതം വേദവ്യാസൻ വിരചിച്ച ഒരു കഥയാണ്, ഇതിഹാസ കഥയാണ്. ഒരു കഥയാണെങ്കിൽ മഹാഭാരതത്തിൽ ഇല്ലാത്തതായി ഒന്നും തന്നെയില്ല. മഹാഭാരതത്തിലുള്ളത് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളുമാണ്. പണ്ട് വേദവ്യാസൻ എഴുതിയത് തന്നെയാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ സംഭവിക്കുന്ന ഓരോ പല കാര്യങ്ങളും. അതുകൊണ്ട് അതേ ദീർഘവീക്ഷണമാണ്. വേദത്തിന് കർത്താവില്ല. എന്നാൽ മഹാഭാരതം വ്യാസവിരചിതമാണ്. മഹാഭാരതം അധർമ്മത്തിന്റെ മേലെ ധർമ്മത്തിന്റെ വിജയം പ്രകാശിപ്പിക്കുന്നു. എന്നാൽ വേദത്തിൽ അധർമ്മത്തിന് സ്ഥാനമുണ്ടോ? പറയാം, ഉത്തരം പറയാം. വേദത്തിൽ അധർമ്മത്തിന് സ്ഥാനമില്ല. എന്നാലും വേദവ്യാസൻ എഴുതിയതനുസരിച്ച് നമ്മൾ ഒരു മഹാഭാരതം ഒരു കഥയാണ്. പക്ഷേ എന്നാലും നമ്മൾ അതനുസരിച്ച് ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് അധർമ്മമായാലും ധർമ്മമായാലും അതിൽ നിന്ന് നാം എന്തെല്ലാമാണ് പഠിക്കേണ്ടത്, മഹാഭാരതത്തിൽ 1,25,000 ശ്ലോകങ്ങളുണ്ട്. എന്നാൽ വേദത്തിന്റെ ആഴം അളക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ലേ വേദവ്യാസൻ അതിനെ പിരിച്ച് ഋഗ്, സാമ, യജുർ, അഥർവ വേദം എന്നാക്കിയത്. ഇതേ വേദങ്ങളെ പിരിച്ച അതേ ആള് തന്നെയാണ് മഹാഭാരതം എഴുതിയത്. എന്തുകൊണ്ട് മഹാഭാരതത്തിൽ നമുക്ക് മോക്ഷം സിദ്ധിക്കാൻ സാധിക്കില്ല? അതായത് മഹാഭാരതത്തിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും അധർമ്മം ധർമ്മമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. മഹാഭാരത ധർമ്മം മാത്രമാണോ പറഞ്ഞിരിക്കുന്നത്? അധർമ്മം പറഞ്ഞിട്ടില്ലേ? നമുക്ക് തുടക്കത്തിൽ തന്നെ കാണാം. ഭീഷ്മ പിതാമഹൻ തന്നെ അംബ, അംബിക, അംബാലിക എന്നിവരെ അവരുടെ ഇതിന്റെ അവരുടെ ഇഷ്ടമല്ലാതെ തന്നെ അതാണ് ഞാൻ പറഞ്ഞത്. മഹാഭാരതത്തിലൂടെ നമുക്ക് അധർമ്മത്തെയും ധർമ്മത്തെയും വേർതിരിച്ചറിയാൻ സാധിക്കുന്നു. അതിലൂടെ നമുക്ക് നല്ലതല്ലേ വരുന്നുള്ളൂ, നന്മയിലേ കിട്ടുന്നുള്ളൂ. എന്നാൽ വേദം അങ്ങനെയല്ലല്ലോ. വേദം മോക്ഷമാർഗമാണ്. മഹാഭാരതത്തെ എങ്ങനെ മോക്ഷമാർഗം എന്ന് വിളിക്കാൻ സാധിക്കും? ധർമ്മം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായും മോക്ഷം സിദ്ധിക്കും. പക്ഷെ അധർമ്മവും ഉള്ളത് കൊണ്ട് മൊത്തത്തിൽ മഹാഭാരതത്തെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? ഞാൻ പറഞ്ഞത് അധർമ്മത്തെയും ധർമ്മത്തെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അത് മറ്റുള്ള വേദങ്ങളിൽ സാധിക്കുന്നുണ്ടോ? അധർമ്മത്തെയും ധർമ്മത്തെയും നമുക്ക് തിരിച്ചറിയാൻ. നമുക്ക് മോക്ഷം നേടാനായിട്ട് അധർമ്മം അറിയേണ്ട ആവശ്യമില്ലല്ലോ. ധർമ്മം മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. അധർമ്മത്തെ കുറിച്ച് അറിയണ്ടേ? എങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ മനസ്സിലാവും തെറ്റാണോ ശരിയാണോ? നമ്മൾ തെറ്റും ശരിയും കണ്ടുപിടിച്ചാലേ തെറ്റാണെന്ന് മനസ്സിലാവുള്ളൂ. തെറ്റാണെന്ന് മഹാഭാരതത്തിലൂടെ മനസ്സിലാക്കാം. എന്നാൽ മോക്ഷം നേടാനുള്ള മാർഗം വേദം നേടാനുള്ള മാർഗം തന്നെയാണ് ഇതിലും പറയുന്ന മഹാഭാരതം. ഞാൻ ഇടപെടുന്നു. ഈ മോക്ഷത്തിന്റെ ഈ ഒരു വിഷയം കുറച്ചു നേരമായിട്ട് റിപ്പീറ്റ് ആയി വരികയാണ്. അടുത്ത പോയിന്റിലേക്ക് കടക്കാം. അവർക്ക് ചാൻസ് കൊടുക്കുന്നു. പണ്ട് നമ്മൾ കേട്ട് വരുന്ന ഒരു മുത്തശ്ശി കഥ പോലെയാണ്, ഒരു പഴമൊഴിയാണ്. അതായത് പണ്ട് ദേവഗണങ്ങളും വേദവ്യാസ നിൽക്കെ തന്നെ മഹാഭാരതവും മറ്റു പല ഗ്രന്ഥങ്ങളും എടുത്ത് ഒരു ത്രാസിൽ വെച്ചു.
മറ്റ് വേദങ്ങളും ഒരു ത്രാസിൽ മറ്റ് വേദങ്ങളും നിങ്ങൾ ഒരു തന്നെ ത്രാസിൽ പറയുന്നു, മഹാഭാരതം. ഒരു നിങ്ങൾ മിനിറ്റ് തന്നെ പറയുന്നുണ്ട് മഹാഭാരതം ഒരു ഇതിഹാസ കഥയാണ്. പിന്നെ എങ്ങനെ അത് മോക്ഷമാർഗമാവുന്നു? മോക്ഷമാർഗം തന്നെയാണ്. കാരണം അധർമ്മവും ധർമ്മവും അതിൽ രണ്ട് വേർതിരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് അത് നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. എങ്ങനെയാണ് ധർമ്മം വരുന്നതെന്നോ അധർമ്മം വരുന്ന വഴികളെന്നും നമുക്ക് തിരിച്ചറിയാൻ കുറച്ചുകൂടി കഴിയണം. തെളിച്ച് പറഞ്ഞിരിക്കുന്നത് വേദത്തിൽ എങ്ങനെയാണ് തെളിച്ച് നമുക്ക് പറഞ്ഞിരുന്നാലും മോക്ഷം അത് നേടാൻ? ഒരു കഥയുടെ രൂപത്തിൽ ഒരാൾ വേദത്തിലാണ് തെളിച്ച് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ധർമ്മം നീതി ഒക്കെ പറഞ്ഞിരിക്കുന്നത് വേദത്തിലാണ്. അടുത്ത ആൾ. വേദങ്ങൾ ഇപ്പം പറയാം, ഈ ബ്രാഹ്മണർ അതായത് ഹൈ കാസ്റ്റിൽ മാത്രമായിരുന്നു പണ്ടുള്ള സമയത്ത് സംസ്കൃതം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. മഹാഭാരതം അങ്ങനെയല്ലായിരുന്നു. നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അതെ, മഹാഭാരതം എല്ലാവർക്കും വായിച്ച് സാധിക്കാൻ മഹാഭാരതത്തിലൂടെയാണ് വേദവ്യാസൻ എല്ലാം നമുക്ക് എളുപ്പമാക്കി തന്നിരുന്നത്. പണ്ട് വേദങ്ങളിലൂടെ മാത്രം എഴുതിയ കാര്യങ്ങൾ ധർമ്മവും അധർമ്മവും വേർതിരിച്ച് കാണുകയും നമ്മൾ ധർമ്മത്തിന്റെ പാത മാത്രം തുടരണമെന്നുള്ള ഒരു ഗ്രാഹ്യം കിട്ടുന്ന ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു. ആ ഒരു 20 സെക്കൻഡ് ബാക്കി കൺക്ലൂഡ് ചെയ്യാം. അങ്ങനെയല്ലല്ലോ, വേദം നമുക്ക് എല്ലാവർക്കും ഈ കാലത്ത് ഗുരുമുഖത്തിൽ നിന്ന് മാത്രമേ, ശ്രുതിയാണ്. എന്നാൽ മഹാഭാരതം സ്മൃതിയാണ്. അന്നത്തെ കാലമായാലും ഇന്നത്തെ കാലമായാലും എന്തായാലും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒരു കഥ പോലെ എഴുതിയെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ ആ കഥയിൽ നിന്ന് അധർമ്മം മനസ്സിലാക്കി അധർമ്മം മനസ്സിലാക്കാൻ സാധിക്കും. അധർമ്മം നമ്മൾ വേർതിരിച്ച് കാണണം. എങ്ങനെ